തൃശൂർ ജില്ലയിൽ 1 മണിക്കൂറായി കനത്ത മഴ പെയ്യുകയാണ്. സ്വരാജ് റൗണ്ടിലും പാട്ടുരാക്കലിലും വെള്ളം കയറി, നഗരത്തിൽ വീടുകളിലും വെള്ളം കയറിയ സ്ഥിതിയാണ്. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ വരുന്നു. അശ്വനി ആശുപത്രിക്ക് പുറകുവശത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വലിയ പ്രതിസന്ധിയുള്ളത്? നഗരത്തിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഏകദേശം 2 മണിക്കൂറോളം നിർത്താതെ മഴ പെയ്യുകയായിരുന്നു. നമ്മൾ ഈ രാവിലെ ഈ അശ്വിനി ജംഗ്ഷന് പുറകുവശത്തുള്ള ഈ പാട്രായ്ക്കൽ ആദ്യം എത്തിയ സമയത്ത് ഈ ഭാഗത്തൊക്കെ, ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ വെള്ളമായിരുന്നു. നമ്മൾ ഇവിടെ വരെ വെള്ളമുണ്ടായിരുന്നു. ഈ ചാലിലൂടെയാണ് വെള്ളമൊക്കെ ഒഴുകിപ്പോയിരുന്നത്. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പരമാവധി വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് അല്പം നേരിയ ശമനമുണ്ട്. പക്ഷേ അതേസമയം തന്നെ മഴ പൂർണ്ണമായും മാറി നിൽക്കുകയല്ല. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യ ഘട്ടമുണ്ടെങ്കിൽ ഈ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ഈ ഡിങ്കി ബോട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വീടുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അത്യാവശ്യമെങ്കിൽ, രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ടേക്ക് പോകുന്നതിന് വേണ്ടി, അവരെ ആശുപത്രിയിലേക്ക് മറ്റോ മാറ്റണമെങ്കിൽ, അവരെ കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ടി ഉള്ള ഡിങ്കി ബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഈ പ്രദേശത്തൊക്കെ തന്നെ ആളുകൾ, ഇവിടെയുള്ള വീടുകളിലൊക്കെ തന്നെ ആളുകൾ കുടുങ്ങിക്കിടന്നിരുന്നു. അവർക്കെല്ലാം തന്നെ അവരുടെ സാധനങ്ങളൊക്കെ ഉയരങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെച്ച ശേഷം അവിടെ നിന്ന് ഇപ്പോൾ പരമാവധി ആളുകൾ മാറിയിട്ടുണ്ട്. കൂടുതൽ ഈ സംവിധാനങ്ങൾ ഇവിടേക്ക്, കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമ്പുകളിലേക്കും മറ്റും മാറേണ്ട ഒരു സ്ഥിതി നിലവിലില്ല. കാരണം സാധാരണഗതിയിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ ഈ മേഖലയിൽ, പാട്രാക്കൽ ഈ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ ഉണ്ടാകുന്ന സമയത്ത് ഒരു മഴക്കാലത്ത് ആശുപത്രിക്ക് അകത്തേക്ക് വരെ വെള്ളം കയറുന്ന അപകടകരമായ അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അന്ന് അവിടെ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ ബാധിക്കുന്നത് ഓർക്കുകയാണ്. ഇപ്പോൾ അത്രയും ഉയരത്തിൽ, അത്രയും സ്ഥലത്തേക്ക് വെള്ളം കയറിയില്ല എന്ന് തോന്നുന്നു. ഇല്ല, അതായത് ആശുപത്രിയുടെ ആ പരിസരത്ത് ഒന്നും വെള്ളം കയറില്ല. ചേച്ചി, വീട്ടിലെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കുറച്ചെന്ന് പറയാം, നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു അരഭാഗത്തിന്റെ അത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഉള്ളിലേക്ക് അധികം കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് പോരാ. സാധനങ്ങളൊക്കെ ഒക്കെ പോയിട്ട് കിടക്കുക. സാധനങ്ങളെല്ലാം പോയി കിടക്കുന്നുണ്ട്. കിടക്കുകയും എല്ലാ സാധനവും, ഫ്രിഡ്ജിനുള്ളൊക്കെ വെള്ളം. ഇനിയൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ സ്വിച്ചൊക്കെ ഒന്ന് ഓണാക്കാൻ തന്നെ. ആകെ വെള്ളത്തിൽ കിടക്കുക, വെള്ളത്തിലാണ്. ഈ ഭാഗത്ത്, അശ്വിനി ആശുപത്രിയുടെ ഭാഗത്തൊക്കെ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും അധികം വെള്ളം കയറിയത്. ആശുപത്രിക്ക് അകത്ത് കാഷ്വാലിറ്റിക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. അവിടുത്തെ കാനകളൊക്കെ തന്നെ കുറച്ചുകൂടി വീതി കൂട്ടി വലുതാക്കി ശുചീകരിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ ഇല്ല. ഈ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ ഈ 2 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിൽ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതും ഒരു നേരിയ ശമനമുണ്ട്. സ്വരാജ് റൗണ്ടിലെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ മഴ ഇനി കനക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോഴും നേരിയ മഴയുണ്ട്. ഇവിടുത്തെ കുട പിടിച്ചാണ് അവിടുത്തെ വിവരങ്ങൾ MS ലിഷോയ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സ്ഥലത്ത്, ലിഷോയ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ വലിയ അപകടകരമായ സ്ഥലത്തിൽ കാനയേത് റോഡെന്നറിയാത്ത തരത്തിൽ വെള്ളം ഒഴുകുകയായിരുന്നു. ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി വെള്ളം ഇറങ്ങുന്നുമുണ്ട്. സ്വരാജ് റൗണ്ടിലും പാട്ടുരായ്ക്കലിലും വെള്ളം കയറി. നഗരത്തിൽ വീടുകളിൽ വെള്ളം കയറി. അശ്വിനി ആശുപത്രിക്ക് പുറകുവശത്ത് വീടുകളിൽ വെള്ളം കയറി. അവിടെ വീടുകളിൽ അരയ്ക്കൊപ്പം വെള്ളമുണ്ട് എന്നാണ് അല്പം മുമ്പ് സംസാരിച്ച സ്ത്രീ ഉൾപ്പെടെ പറഞ്ഞത്. റോഡിലൂടെ ഗതാഗതം ദുസ്സഹമായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത്. ഭീതിജനകമായ അവസ്ഥയായിരുന്നു പലയിടത്തും റോഡിലൂടെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും ഓടിച്ചു പോകുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ഒരു രക്ഷാപ്രവർത്തനത്തിലുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. ലിഷോയ്, ബോട്ട് ഇറക്കിയല്ലോ, അത് ആശുപത്രിയുടെ ഭാഗത്തേക്കാണോ? ആശുപത്രിയുടെ പുറകുവശത്തെ വീടുകളുടെ ആ ഭാഗത്തേക്കാണ്. അതായത് ആശുപത്രിക്കകത്തും ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്തും ഒന്നും വെള്ളം കയറിയിട്ടില്ല. പക്ഷേ അതിന് പുറകുവശത്തെ റോഡിൽ ഒരുപാട് വീടുകളുണ്ട്. ഏകദേശം 5-6 വീടുകളുണ്ട്. ആ വീടുകളിലുള്ളവർ, നേരത്തെ ഒരു സ്ത്രീ ഈ ആശുപത്രിയിലേക്ക് പോകേണ്ട, അതായത് വെള്ളം കയറിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അവിടെ നിന്ന് കസേരയിലിരുത്തി ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ
അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും എത്തിച്ച് അങ്ങനെ ഇനി ആർക്കെങ്കിലും കിടപ്പ് രോഗികളോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു ഡിങ്കി ബോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വെള്ളം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. ഒരു ഭാഗത്ത് നേരത്തെയുള്ള ദൃശ്യം കൂടി പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നുണ്ട്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. ഫ്രിഡ്ജ് വരെ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്താണ് നേരത്തെ ഒരു പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ മഴക്കാലത്ത് ഒരു ദിവസം മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വീടിൻ്റെ ആകെ അന്തരീക്ഷം എത്രത്തോളം ദുസ്സഹമായാണ് മാറുന്നത് എന്ന്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ ജീവിക്കുമെന്ന വലിയ ആശങ്കയാണ് പലയിടത്തുമുള്ളത്. വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറിയ അവസ്ഥ ഇത് സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറയേണ്ടി വരും. തൃശ്ശൂരിലും കൊച്ചിയിലുമൊക്കെ കാനകൾ, ഓടകൾ, തോടുകൾ അവ കൃത്യമായി പരിപാലിക്കാത്തതിൻ്റെ തുടർച്ചയുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കുക എന്നത് ഇനിയുള്ള കാലത്തെ വലിയ അധ്വാനം കൂടി അതിനാവശ്യമാണ്. അധ്വാനത്തിലൂടെ അതിജീവിച്ചു വരുമ്പോൾ വീണ്ടും വീടുകളിൽ വെള്ളം കയറി വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, സാധനങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്കുമൊക്കെ എത്തുന്നു. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. അശ്വിനി ആശുപത്രിക്ക് പിൻഭാഗത്ത് നിന്നാണ്. അവിടെ ബോട്ടിറക്കി വീടുകളിൽ കുടുങ്ങിപ്പോയവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മഴക്കാലമാണ്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള വലിയ സാധ്യതയുണ്ട്. ഒഴുകി വരുന്ന ജലത്തിലെ മാലിന്യം എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത്തരം പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എലിപ്പനി ഉൾപ്പെടെ അപകടകരമായ പലതും പിടിപെടാനുള്ള സാധ്യത ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കുമൊക്കെ ഉണ്ട്. പക്ഷേ മറ്റു വഴികളില്ലാതെ ഈ ചെളിവെള്ളത്തിൽ ഇറങ്ങിയ ആളുകളെ പുറത്തേക്ക് എത്തിക്കേണ്ടി വരിക, ജലം ഒഴുക്കിവിടാനായി സ്ലാബും മറ്റും ശ്രമകരമായി മാറ്റുക. ഫയർഫോഴ്സിനെ വിളിച്ചാൽ വരാതിരിക്കുമ്പോൾ കൊച്ചി നഗരത്തിൻ്റെ അതിരിൽ, പേട്ടയിൽ വെള്ളത്തിലിറങ്ങി മണിക്കൂറുകൾ, രാവിലെ 5:30-6 മണിക്ക് തുടങ്ങിയ പ്രയത്നമാണ് നാട്ടുകാർ അല്പം മുമ്പ് പൂർത്തീകരിച്ച കാർ അവിടെ നിന്ന് ഉയർത്തിയത്. എത്രത്തോളം ദുസ്സഹമാണ് അവിടുത്തെ സാഹചര്യമെന്ന് അവിടെ നിൽക്കുന്നവർക്കേ ഒരുപക്ഷെ നന്നായി ബോധ്യമാകുകയുള്ളൂ. ഇത് കണ്ടാൽ ബോധ്യപ്പെടുന്ന ജനപ്രതിനിധികളുണ്ടെങ്കിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ ഹൈക്കോടതി ഉൾപ്പെടെ കൊച്ചിയിലെ കാനകളുടെ കാര്യത്തിൽ അതിഗൗരവതരമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. പലപ്പോഴും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ കോർപ്പറേഷനെ വിമർശിച്ചിരുന്നതാണ്, വിശദീകരണം ചോദിച്ചതാണ്. പക്ഷേ അത് ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമായി, ആവർത്തിക്കുന്ന ഒരു സംഭവമായി, ആവർത്തിക്കുന്ന ഇടപെടലായി തുടരുന്നു. പക്ഷേ ഫലം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തുന്നില്ല എന്നതാണ് വലിയ പ്രതിസന്ധിയായി ഇപ്പോഴും നിൽക്കുന്നത്.